വീട്ടിലും സമീപത്തുള്ള തന്റെ കടയിലും കയറി വന്ന എം വിൻസെന്റ് MLA പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് വീട്ടമ്മയുടെ പരാതി. എന്നാൽ ആരോപണം വ്യാജമാണെന്നാണ് സമീപത്തെ കടക്കാർ പറയുന്നത്. അത് കള്ളമാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ കട രാവിലെ 5:30 തുറക്കും. 5:30 തുറന്ന് ഞങ്ങൾ രാത്രി 11:30 മണിക്കാണ് ഈ കട അടയ്ക്കുന്നത്. ഇതുവരെ MLA കടയിൽ പോണത് ഞങ്ങൾ കണ്ടിട്ടില്ല, MLA സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. ഒരു വർഷം കഴിഞ്ഞ് ഇവിടെ കട തുറന്ന് ഇതുവരെ MLA ആ കടയിൽ പോയിട്ടില്ല. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല. ഇവിടെ എല്ലാ കടകളും അടച്ചിട്ട് പോകുന്നത്. രാത്രി 12 മണിയാവും. എന്തെങ്കിലും സാധനം ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാൻ വരും. അല്ലാതെ ആ കടയ്ക്ക് പോകുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. MLA പീഡിപ്പിച്ചുവെന്ന് പറയുന്നതിൽ ഗൂഢാലോചനയുണ്ടെന്നും രാഷ്ട്രീയ വൈരം കള്ളക്കേസിലേക്ക് നീണ്ടതാകാമെന്നും ചില നാട്ടുകാർ പറഞ്ഞു. ഇത് ഒരു നാട്ടിലേക്ക് ഒരു സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈ കടയ്ക്കകത്ത് നിന്ന് ബലാത്സംഗം ശ്രമിക്കാന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ആളുകളുണ്ട്, ഇവിടെ ഉണ്ടാവും. ഇതെല്ലാം ആർക്കും അംഗീകരിക്കാൻ നോക്കും. കള്ളക്കേസിൽ കൊടുക്കിയതാണ് സാർ. അദ്ദേഹത്തിന് നീതി ഉറപ്പായിട്ടും കിട്ടണം. ഇതിന് പിന്നെ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ അവരെയൊക്കെ നിയമത്തിന് മുമ്പേ കൊണ്ടുവരണം സാർ. ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന്. പ്രദേശവാസികളുടെ പ്രതികരണം വീട്ടമ്മയുടെ പരാതിയെ സംശയത്തിന്റെ നിഴലിലാക്കുന്നുമുണ്ട്. മിഥുൻ സുധാകരൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.